ഈ മഹത്തായ പ്രോഗ്രാം ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ഇവിടെ എത്തിച്ചേരാമെന്ന് അറിയിച്ചിരിക്കുന്ന ആദരണീയനായ പൂഞ്ഞാറ MLA ശ്രീ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, മറ്റ് വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന നല്ലവരായ വ്യക്തിത്വങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ സ്കൂള് ആരംഭിച്ചിട്ട് 49 വർഷം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് വേദിയിൽ ഇവിടെ നിൽക്കുന്നത്. കാരണം നമ്മുടെ സ്കൂളിൻ്റെ വലിയൊരു ഉത്സവമാകാൻ എല്ലാ അർത്ഥത്തിലും കഴിയുന്ന വലിയൊരു സുവർണ ഗോൾഡൻ ജൂബിലിയുടെ ഒരു പ്രഖ്യാപനവും അതിൻ്റെ ലോഗോ പ്രകാശനവും ഒക്കെ ഈ വേദിയിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ അരങ്ങേറുകയാണ്. ഒരു പ്രദേശത്ത് ഒന്നാകെ വിദ്യാഭ്യാസ മേഖലകൾ നവീകരിക്കുന്നതിന് വേണ്ടി ദീർഘദൃഷ്ടിയായ BMA കരീം സാഹിബിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രയത്നഫലമായി രൂപീകരിക്കപ്പെട്ട നമ്മുടെ സ്കൂളിൽ നിന്നും ആയിരക്കണക്കിന് കുട്ടികളാണ് വിവിധ മേഖലകളിൽ പഠിച്ചിറങ്ങി സമൂഹത്തിന് സേവനം അനുഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ കാരക്കാട് സ്കൂളിൻ്റെ എല്ലാ മേഖലകളിലുള്ള പ്രവർത്തനങ്ങളിലും ഇതുവരെ നൽകിയ സഹകരണവും ആത്മാർത്ഥമായ സമീപനവും ഇനിയും നിങ്ങൾ ഓരോരുത്തരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാവണമെന്ന് സ്നേഹത്തോടുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഈ മഹത്തായ പ്രോഗ്രാമിന് അധ്യക്ഷത അലങ്കരിക്കുന്ന ഏറെ സർവാദരണീയനായ നമ്മുടെ സ്കൂൾ മാനേജർ K മുഹമ്മദ് അഷ്റഫ്, അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ഇവിടെ അല്പസമയത്തിനുള്ളിൽ തന്നെ എത്തിച്ചേരാമെന്ന് അറിയിച്ച ഏറെ ബഹുമാന്യനായ പൂഞ്ഞാറിൻ്റെ MLA സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, അദ്ദേഹം ഇവിടെ അടുത്ത വർഷം നാം ജനുവരി മാസം ഫെബ്രുവരി മാസത്തിലൊക്കെ നാം മുൻകൂട്ടി തീരുമാനിച്ചതിന് പ്രകാരം വിപുലമായൊരു ഗോൾഡൻ ജൂബിലി സെലിബ്രേഷൻ, ഒരു വിവിധങ്ങളായ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഓരോ മീറ്റിങ്ങുകളും മറ്റു പ്രോഗ്രാമുകളെല്ലാം സ്കൂളിൻ്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് നാം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ലോഗോ പ്രകാശനവും കൂടി ബഹുമാനനായ MLA അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം ഇവിടെ നിർവഹിക്കും. ഇവിടെ എത്തിച്ചേരാമെന്നറിയിച്ചിരിക്കുന്ന പൂഞ്ഞാറിൻ്റെ ആദരണീയനായ MLA സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, അദ്ദേഹത്തെ ഞാൻ ഏറെ ബഹുമാന്യത്തോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ സ്കൂളിൻ്റെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ മേഖലകളിലും വളരെ സജീവ സാന്നിധ്യമായി നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഹെഡ് മിസ്ട്രസ് സെമീന ബിക്ക് ഞാൻ ഈ വേദിയിലേക്ക് സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ പ്രോഗ്രാമിന് മുഖ്യപ്രഭാഷണ കർമ്മം നിർവഹിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിനി കൂടിയായ മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ താഹിറ PP, അവരെ ഞാൻ ഈ വേദിയിലേക്ക് സ്നേഹാദരവുകളോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ പ്രോഗ്രാമിൽ എൻഡോമെന്റ് വിതരണം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ ട്രസ്റ്റ് ചെയർമാൻ മുഹമ്മദ് സക്കീർ, അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ പ്രോഗ്രാമിൽ സമ്മാന വിതരണം നടത്തുന്ന നമ്മുടെ ട്രസ്റ്റ് അംഗമായ ഏറെ ബഹുമാന്യനായ K മുഹമ്മദ് ആഷിമിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഷെനീർ മഠത്തിൽ അടക്കമുള്ള PTA യൂസുഫ് ഫൈസൽ വെട്ടിയാമ്പ്ലാക്കൽ മാഹിൻ അടക്കമുള്ള PTA മുഴുവൻ അംഗങ്ങളെയും ഞാൻ ഈ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഹൈസ്കൂളിന്റെ ഹെഡ് മിസ്ട്രസ് സുമിന ടീച്ചർ, അവരെ ഞാൻ ഈ വേദിയിലേക്ക് സ്നേഹാദരങ്ങളോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. 1976 ആരംഭിച്ച സ്കൂളിൻ്റെ 49ാമത് വാർഷിക ആഘോഷത്തിലാണ് നാം ഇവിടെ ഉള്ളത്. ഇന്ന് രാവിലെ 9 മണിക്ക് തുടങ്ങിയ കുട്ടികളുടെ കലാപരിപാടികൾക്ക് ശേഷമാണ് നമ്മൾ വാർഷിക ആഘോഷം ഇവിടെ നടത്തുന്നത്. നമുക്ക് MLA പറ്റി പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം കാരക്കാട്ട് മേഖലയിലേക്ക് നമ്മൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് ഒരു പൂവാണ്. പക്ഷെ അദ്ദേഹം നമുക്കൊരു പൂന്തോട്ടം തന്നെ നമുക്ക് തന്നിരിക്കുക. കാരണം അത് പറയാൻ കാരണം 2021 നമുക്ക് ഒരു നടപ്പാലം ഉണ്ടായിരുന്നു, അത് ഒലിച്ചുപോയി. അദ്ദേഹത്തോട് നമ്മൾ ആവശ്യപ്പെട്ടത് ആ നടപ്പാലം പുനഃസ്ഥാപിച്ചു തരണമെന്ന് മാത്രമാണ്. പക്ഷെ അദ്ദേഹം അത് മാത്രമല്ല, വണ്ടി കയറാവുന്ന വലിയ ഒരു പാലം എളുപ്പങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ബഡ്ജറ്റിൽ 10 കോടി രൂപ അനുവദിച്ച് അതിൻ്റെ സ്ഥലം ഇന്ന് അളന്ന് തിട്ടപ്പെടുത്തിയ ദിവസമാണ്. കാരക്കാടിനെ സംബന്ധിച്ച് ഒരു വളരെയധികം പ്രയോജനപ്രദമായ ഒരു സംഭവം. നമുക്കിവിടെ 10-45 വർഷമായിട്ട്
പല MLA-മാരും മാറി മാറി വന്നിട്ടുണ്ട്. UDF-ൻ്റെതായിട്ടും LDF-ൻ്റെതായിട്ടും ഒക്കെ ഒരുപാട് MLA-മാർ വന്നിട്ടുണ്ട്. പക്ഷെ ഒരു MLA-യുടെ ഒരു ഗുണം നമ്മൾ അനുഭവിച്ചത് ഇപ്പോഴാണ്. കാരണം ഈ പ്രദേശത്തേക്ക് വലിയൊരു പാലം എന്ന് പറയുന്നത് കഴിഞ്ഞ റമദാൻ മാസത്തിൽ ഞങ്ങളൊരു ചെറിയ സമരമൊക്കെ നടത്തി നിവേദനം കൊടുത്തതിൻ്റെ ഫലമായി ഞങ്ങളുടെ സമരപന്തലിൽ വന്ന സെബാസ്റ്റ്യൻ കുളത്തങ്കൽ MLA പ്രതികരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ജോസ് കെ മാണി വന്ന് പറഞ്ഞത് അടുത്ത ബഡ്ജറ്റിൽ കാരക്കാട്ടേക്കൊരു പാലം ഞങ്ങൾ നിർമ്മിച്ചിരിക്കും, ഒരു സംശയമില്ല എന്ന് പറഞ്ഞു. 11 മാസം ആവുമ്പോൾ തന്നെ നമുക്ക് പാലം യാഥാർത്ഥികമാക്കാനുള്ള തുക മുഴുവൻ അദ്ദേഹം അനുവദിച്ചു തന്നിരിക്കുന്നു. ഇന്ന് രാവിലെ വസ്തുവുടമസ്ഥരെയൊക്കെ കണ്ട് അതിന് അപ്രോച്ച് റോഡിൻ്റെ കുറ്റിയടിച്ച ഒരു സന്തോഷത്തിൻ്റെ ദിവസം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. അദ്ദേഹത്തിൻ്റെ ഒരാളെ ഇരുത്തിക്കൊണ്ട് അഭിനന്ദിക്കുന്നതല്ല അദ്ദേഹം അതിൻ്റെ ഏറ്റവും നല്ലതെന്ന് അയാളുടെ അഭാവത്തിൽ അയാളെ പറ്റി നല്ലത് പറയുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കാരക്കാട് പ്രദേശത്തുകാർക്ക് എത്രയാണെങ്കിലും അദ്ദേഹത്തെ സ്മരിച്ചേ പറ്റൂ. അപ്പോൾ നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് പറയുമ്പോൾ 1976 ഞങ്ങളുടെ വന്യപിതാവ് ഹാജി VMA കരീം സാഹിബ് ഈ പ്രദേശത്ത് ഒരു സ്കൂളില്ല, ഏതാണ്ട് 6-7 കിലോമീറ്റർ അകലെ പോയി വേണം കുട്ടികളെ പഠിപ്പിക്കാൻ എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഭൂമി തന്നെ കൊടുത്തിട്ടാണ് ഈ സ്കൂൾ ഇവിടെ ആരംഭിച്ചത്. ഏതാണ്ട് 76 ആരംഭിച്ചു. 94 അദ്ദേഹം മരണപ്പെട്ടു പോയി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മക്കളായ ഞങ്ങൾ ഈ സ്ഥാപനങ്ങളെ നല്ലത് പൊന്നുപോലെ നോക്കി ഭംഗിയാക്കി ഈരാറ്റുപേട്ട സബ് ജില്ലയിലെ ഏറ്റവും നല്ല സ്കൂളാക്കി ഉയർത്താൻ നമുക്ക് സാധിച്ചു എന്ന് പറയുമ്പോൾ അത് നിസ്സാര കാര്യമാണ്. കാരണം കഴിഞ്ഞ 10-30 വർഷം കൊണ്ട് ഈ സ്ഥാപനം ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന രീതിയിലുള്ള ഒരു സ്ഥാപനമാക്കി നമുക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ 30 വർഷം മുമ്പ് താഹിറ ടീച്ചർ ഇവിടെ പഠിച്ചതാണ്. അപ്പം ഞാൻ ചോദിക്കുകയായിരുന്നു, നിങ്ങൾ ഏത് ക്ലാസ്സിലിരുന്നാണ് പഠിച്ചതെന്ന്. അപ്പോൾ ഈ സ്കൂളിൽ ഏറ്റവും അങ്ങേയറ്റത്ത് ആ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിച്ചതാണെന്ന് ആ ടീച്ചർ എന്നോട് പറഞ്ഞു. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വാപ്പ മാനേജായിരിക്കുന്ന സമയത്താണ് താഹിറ ടീച്ചർ പഠിക്കുമ്പോഴെന്ന് പഠിച്ചു പോകുന്നത്. പഠിച്ച് അരുവിത്തറ കോളേജിൽ പോയപ്പോൾ BA-ക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടി. അതിൻ്റെ ഞങ്ങളുടെ കുട്ടിയാണെന്ന് പറഞ്ഞ് എല്ലാവരും അതിൻ്റെ അവകാശം ഏറ്റെടുക്കുവാൻ ഗേൾസ് കോളേജ് പറഞ്ഞ് ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ച ഞങ്ങളുടെ കുട്ടിയാണ്. ഞാൻ പറഞ്ഞതൊന്നുമല്ല, അടിത്തറ പാകിയത് കാരക്കാട് സ്കൂളിൽ നിന്നാണ്. അതുകൊണ്ട് ഞങ്ങളുടെ കുട്ടിക്കാണ് BA-ക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയെന്ന് പറഞ്ഞ് ഞങ്ങൾ തമ്മിലൊക്കെ എന്നൊരു മത്സരം തന്നെ ഉണ്ടാകുവാൻ താഹിറ ടീച്ചറിൻ്റെ പേര് പറഞ്ഞു. ആ ടീച്ചറെ ഇന്ന് നമുക്കൊരു ഇവിടുത്തെ ഗസ്റ്റായിട്ട് കിട്ടിയത് നമ്മുടെ അനുഗ്രഹം തന്നെയാണ്. ഞാൻ ആനിവേഴ്സറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞ ഇത്തോളത്ത് നമ്മുടെ ഗസ്റ്റ് താഹിറ ടീച്ചറാണ്. കാരണം അവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിഭാഗത്തിൻ്റെ പ്രിൻസിപ്പളാണ്. ആ സ്ഥാനത്താണ് അവരിന്നിരിക്കുന്നത്. ഇതിനൊക്കെ കാരണം ഈ സ്കൂളാണ്. അത് ഞങ്ങൾക്ക് എപ്പോഴും അഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാൻ പറ്റും. ഉദ്യോഗസ്ഥന്മാരാണ്. അതിൻ്റെ ഒക്കെ ക്രെഡിറ്റ് ഞങ്ങളെ ഏറ്റെടുക്കുന്നത്. ഞങ്ങളുടെ കുട്ടികളാണ്, ഞങ്ങളുടെ സന്തതികളാണ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് 7 നാക്കാം അത് പറയാനാണ്. ഇപ്പോൾ തന്നെ ഞങ്ങൾ 50-ാം വാർഷികം അടുത്ത വർഷം നമ്മൾ തുടങ്ങുക. അതിൻ്റെ തുടക്കം ഇന്ന് ഇവിടെ കുറിക്കുക. അതിൻ്റെ പ്രഖ്യാപനം MLA പ്രഖ്യാപിക്കുക. അപ്പം അതിനൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന ഇവരുടെ വീട്ടിൽ ഇവിടുന്ന് പഠിച്ചുപോയ ആളുകളൊക്കെ തന്നെയാണ് പൂർവ്വ വിദ്യാർത്ഥികൾ. ഏതാണ്ട് 6000-ഓളം കുട്ടികൾ ഈ സ്കൂളിൽ നിന്നും പഠിച്ച് പുറത്തു പോയിട്ടുണ്ട്. അതിലൊരുപാട് ആളുകൾ ഇവിടെ ഇരിപ്പോൾ 2024-25 അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് ഏവരുടെയും അംഗീകാരത്തിനായി സമർപ്പിച്ചുകൊള്ളട്ടെ. ഇന്നും ജനഹൃദയങ്ങളിൽ വസിക്കുന്ന ഈ സ്കൂളിന്റെ സ്ഥാപക മാനേജർ മർഹൂം VMA കരീം സാഹിബിന്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ പ്രാർത്ഥനയോടെ സ്കൂളിന്റെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് സജീവ സാന്നിധ്യം കൊണ്ട് അർപ്പണബോധത്തോടെ അക്ഷീണ പ്രയത്നം നടത്തുന്ന മാനേജർ ഹാജി KA മുഹമ്മദ് അഷ്റഫ് സാഹിബിന്റെ അതുല്യ സേവനങ്ങൾ ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു. 1976-ൽ 150 വിദ്യാർത്ഥികളും 5 അധ്യാപകരുമായി പ്രവർത്തനം ആരംഭിച്ച ഈ സ്ഥാപനം ഇന്ന് 35 അധ്യാപകരും ഒരു അനധ്യാപകനും ഉൾപ്പെടെ 751 വിദ്യാർത്ഥികളുമായി മുന്നേറുന്നു.
160 കുട്ടികളുമായി KG വിഭാഗവും ഈ സ്കൂളിൽ പ്രവർത്തിക്കുന്നു. നാട് നെഞ്ചേറ്റി അക്ഷരത്തറവാട് 50-ാം വാർഷികാഘോഷങ്ങളിലേക്ക് ചുവടുവയ്ക്കുന്നതിന്റെ ആത്മനിർവൃതിയിലാണ് ഇന്ന്. ഇതോടനുബന്ധിച്ച് 1 വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളാണ് ആസൂത്രണം ചെയ്യുന്നത്. നാളിതുവരെയുള്ള പൂർവ്വ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തവും സഹകരണവും അഭ്യർത്ഥിച്ചുകൊണ്ട് ഗോൾഡൻ ജൂബിലി സ്വാഗത സംഘ രൂപീകരണവും ഓഫീസ് ഉദ്ഘാടനവും നടത്തി. മാനേജ്മെന്റിന്റെയും ഡിപ്പാർട്ട്മെന്റിന്റെയും PTA-യുടെയും പൂർണ്ണ സഹകരണത്തോടെ സ്കൂളിലെ എല്ലാവിധ പ്രവർത്തനങ്ങളും കാര്യക്ഷമമായി നടക്കുന്നുവെന്നറിയിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഏറ്റവും ബഹുമാനപ്പെട്ട ആദരണീയനായ യോഗാധ്യക്ഷൻ സ്കൂൾ മാനേജർ ശ്രീ K. മുഹമ്മദ് അഷ്റഫ്, ഏറ്റവും സ്നേഹം നിറഞ്ഞ അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട കൊച്ചു മിടുക്കരായ കുട്ടികളെ, ഞാനിന്നിവിടെ നിൽക്കുന്നത് മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിട്ടല്ല. 1980-85 കാലഘട്ടത്തിൽ, അതായത് ഏതാണ്ട് 7 വർഷം ഇവിടെ പഠിച്ച ഒരു വിദ്യാർത്ഥിനിയായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിന് മൊത്തം അടിത്തറ പാകിയ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഒരുപക്ഷെ ഈ സ്ഥാപനം ഇല്ലായിരുന്നുവെങ്കിൽ, അന്ന് ഈ സ്ഥാപനം ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ സ്കൂളിൽ പോകുക പോലും ഇല്ലായിരുന്നു. കാരണം നമുക്കറിയാം, കാരക്കാട് പോലെയുള്ള ഒരു ഗ്രാമപ്രദേശത്ത് ഏതാണ്ട് 50 വർഷങ്ങൾക്ക് മുമ്പ്, 49 വർഷമായി സ്കൂൾ തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞു. ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഞാനും 40 വർഷം മുമ്പാണ് ഇവിടെ പഠിച്ചത്. ഏതാണ്ട് 40 വർഷത്തോളമായി ഈ സ്ഥാപനത്തിൽ വിദ്യ അഭ്യസിച്ചത്. അപ്പം ഇവിടെ എപ്പോഴും എനിക്ക് ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് കാരക്കാട് സ്കൂൾ എന്ന് പറയുമ്പോൾ. പല സമയത്തും ഞാനതിന് ശേഷം ഹയർ സെക്കൻഡറിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് 2008-09 കാലഘട്ടത്തിൽ ഒരു NSSന്റെ 7 ദിന ക്യാമ്പ് 10 ദിവസം ഇവിടെ വന്ന് താമസിച്ച് ക്യാമ്പ് നടത്തി. അതിനുള്ള കാരണം, ഞാൻ പഠിച്ച സ്കൂളായതുകൊണ്ട് തന്നെ അന്ന് സ്കൂൾ മാനേജ്മെന്റ് ചോദിക്കാം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ പോയി ചോദിക്കാം, ഞാൻ പഠിച്ച സ്കൂളാണ്, എനിക്ക് വലിയ താല്പര്യമാണ് ഈ സ്കൂളും പരിസരവും ഒക്കെ. കാരണം ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളും കൂടുതൽ ആൾക്കാരും ഇവിടെ പഠിച്ചവരായിരിക്കാം. നമുക്കറിയാം, ഈ പരിസരവും ഗ്രാമാന്തരീക്ഷവും അന്നും ഇന്നും. ഇപ്പം ഇവിടെ മാനേജർ കരീം സാഹിബിൻ്റെ വീട്ടിലായിരുന്നു വെള്ളം കുടിക്കാൻ പോകുന്നതും ഉച്ചയ്ക്ക് ചോറിട്ട് പാത്രം കഴുകാൻ പോകുന്നതും എല്ലാം അവരുടെ ആ ഫ്രണ്ടിലൊരു കിണറുണ്ടായിരുന്നു. ഇന്ന് ആ കിണറുണ്ടോ എന്നെനിക്കറിയില്ല. അപ്പം അവിടെയായിരുന്നു നമ്മൾ ഇടയ്ക്ക് ഇന്റർവെൽ ടൈമിലൊക്കെ വെള്ളം കുടിക്കാൻ പോകും. അതല്ലെങ്കിൽ ഇപ്പറേ ഷാമില എൻ്റെ കൂടെ പഠിച്ചതാണ്, ഷാമിലയുടെ വീട്ടിലോട്ട് പോകും. അപ്പം ഇങ്ങനെ ഈ സമീപവാസവും മാനേജ്മെന്റും സ്കൂളും ഒക്കെ ആയിട്ട് അന്നേ ഒരു അഭേദ്യമായ ബന്ധം ഉണ്ടായിരുന്നു. സ്കൂൾ വിട്ടപ്പോൾ ഈ കെട്ടിടമില്ല, ഈ കെട്ടിടത്തിലെ അങ്ങേറ്റത്തെ ക്ലാസ്സിലാണ് 1ഉം 2ഉം ഒക്കെ പഠിപ്പിച്ചത്. കമലമ്മ ടീച്ചറായിരുന്നു അന്ന് ക്ലാസ്സിലുണ്ടായിരുന്നത്, ക്ലാസ് എടുത്തിരുന്ന ക്ലാസ് ടീച്ചർ. അതുകൂടാതെ തന്നെ പ്രേമകുമാരി ടീച്ചർ, ഉഷ ടീച്ചർ, ജോസ് സാറ്, നമ്പൂതിരി സാറ്, ഇവരൊക്കെയാണ് അന്ന് തന്നെ പഠിപ്പിച്ചത്. ഈ ക്ലാസ്സുകളിലെല്ലാം തന്നെ പഠിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഈ സ്റ്റേജ് പിന്നീട് NSS ക്യാമ്പിൽ വരുമ്പോഴാണ് ഈ സ്റ്റേജ്. അന്നും ഇവിടെ കുട്ടികളെ കൊണ്ട് ഇരുത്തുകയും ഇവിടെ നിന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 6-7 ക്ലാസ് അപ്പുറത്തെ ബിൽഡിംഗ് ആയിരുന്നു. ഇന്നാണ് വളരെ പടർന്ന് പന്തലിച്ച് പുരോഗമിച്ച് ഇന്ന് ഏതാണ്ട് 900-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വലിയ സ്ഥാപനമായി മാറി. ആദ്യം തന്നെ ഇതിനു പിന്നിൽ പ്രവർത്തിച്ച പ്രാന്തദർശിയായ ഹാജി VMA കരീം സാഹിബിനെ സ്മരിക്കുകയും അവസരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇത്തരുണത്തിൽ ഓർമ്മിക്കുകയും ചെയ്യുന്നു. കാരണം പ്രാന്തദർശിയായ അദ്ദേഹം തുടങ്ങിയ ഈ സ്ഥാപനമാണ് ഈ പ്രദേശത്തുണ്ടായിരുന്ന ഒരുപാട് ആൾക്കാർക്ക് വിദ്യാഭ്യാസം ലഭിച്ചത്. ഞാനും അക്കൂട്ടത്തിൽപ്പെട്ട ഒരാളായിട്ട് തന്നെയാണ്. കാരണം അടിസ്ഥാന വിദ്യാഭ്യാസം നന്നായാൽ മാത്രമേ പിന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് LPയിൽ നിന്ന് കിട്ടുന്ന ഒരു വിദ്യാഭ്യാസമാണ് ഒരു കുട്ടിയെ ഏറ്റവും മെച്ചപ്പെട്ടതാക്കുന്നത്.
ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ മാത്തമാറ്റിക്സ് കണക്ക് പഠിപ്പിച്ച കമലമ്മ ടീച്ചർക്ക് ഇപ്പം പിള്ളേരൊന്നും പഠിക്കുന്നില്ല. അന്ന് ടേബിളുണ്ട്, പട്ടിക ഒരൊന്നൊന്ന് എന്ന് പറഞ്ഞ് ആ പട്ടിക 10 വരെയും ഇപ്പോഴും വളരെ ആ പഠിച്ച രീതിയിൽ തന്നെ പറയാൻ പ്രാപ്തരാക്കിയത് ഇവിടെയുള്ള ടീച്ചേഴ്സാണ്. കാരണം ഗണിതവും ഇംഗ്ലീഷുമെല്ലാം ഇവിടെ നിന്ന് പഠിച്ചതിൻ്റെ ഒരു ഓർമ്മയാണ് എനിക്കിപ്പോഴും ഉള്ളത്. അത്തരത്തിലുള്ള നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും നല്ല രീതിയിലുള്ള അന്തരീക്ഷവും അതുകൂടാതെ തന്നെ സ്കൂൾ സമീപവാസികളുമായിട്ടും നല്ല രീതിയിലുള്ള ബന്ധം പുലർത്തുന്ന രീതിയിൽ ഓർമ്മിക്കാൻ പറ്റുന്ന ധാരാളം കാര്യങ്ങൾ ഈ സ്കൂളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം സ്കൂൾ വളരെയധികം മുന്നോട്ടിലാണ്. ഗണിതശാസ്ത്ര മേളകളിലും എല്ലാം വളരെ സജീവമായി സബ് ജില്ലയിലും ജില്ലയിലും അതുപോലെ തന്നെ അറബി കലോത്സവത്തിലും മറ്റ് യൂത്ത് ഫെസ്റ്റിവൽ ഐറ്റത്തിലും സംസ്ഥാന തലത്തിലും കുട്ടികളെ പ്രാപ്തരാക്കുന്ന ടീച്ചേഴ്സാണ്. കാരണം ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം. ഇപ്പം നമുക്കറിയാം കുട്ടികളെ സ്കൂളിൽ ചേർക്കാൻ നോക്കുമ്പോൾ പാരൻസ് എപ്പോഴും നോക്കുന്നത് ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ളതാണ്. വേറെ കാര്യങ്ങളൊന്നും അവർ പരിഗണിക്കാറില്ല. എവിടെയാണോ ഏറ്റവും നല്ല വിദ്യ ലഭിക്കുന്നത്, ഏറ്റവും നല്ല രീതിയിൽ പഠിപ്പിക്കുന്നതെന്നാണ്. ഇന്നിവിടെ നമുക്കറിയാം കുട്ടികളെ ഷോർട്ടേജ് അനുഭവിക്കുന്ന ഒരു സമയത്ത് പ്രത്യേകിച്ച് LP UPകളിലൊക്കെ എല്ലാ സ്ഥലത്തും കുട്ടികൾ വളരെ കുറവാണ്. അപ്പോഴും ഇവിടെ 900-ന്റെ അടുത്ത് കുട്ടികൾ ഉള്ളത് എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം അത്തരത്തിലുള്ളൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഈ സ്ഥാപനം എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല. അതുപോലെ തന്നെ താമസിച്ചാണ് 10 ദിവസം താമസിച്ചു. ഈ സ്കൂളിലെ എല്ലാ സൗകര്യങ്ങളും എന്ന് പറഞ്ഞാൽ അവരുടെ സ്റ്റാഫ് റൂം ഉൾപ്പെടെ എല്ലാം നമുക്ക് ലഭ്യമായിരുന്നു. മാനേജ്മെന്റ് അന്ന് അഷ്റഫാക്കായും ഷംസാക്കായുമായിരുന്നു എല്ലാ സമയത്തും ഇവിടെ രാത്രിയും പകലും. അപ്പം എനിക്കും എൻ്റെ വീടിൻ്റെ ഒരു അന്തരീക്ഷമാണ് ഇവിടെ തോന്നിയത്. രാത്രിയാണെങ്കിലും ഇവിടെ എനിക്കൊരു ഭയമേ ഇല്ലായിരുന്നു. കാരണം എൻ്റെ കൂടെയുള്ള ടീച്ചേഴ്സ് വരുമ്പം ചോദിക്കും റോഡിൽ നിന്ന് ഒത്തിരി അകലെയാണല്ലോ, പ്രയാസമുണ്ടോ എന്ന്. എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. കാരണം ഞാൻ ചെറുപ്പത്തിൽ മുതൽ ജനിക്കുകയും വളരുകയും കളിക്കുകയും ചെയ്ത ഈ സ്ഥാപനമായതുകൊണ്ട് വളരെ ഫെമിലിയറും നല്ല രീതിയിലുള്ള സഹകരണം അന്ന് NSS ക്യാമ്പിന് 10 ദിവസവും ബഹുമാനപ്പെട്ട പൂഞ്ഞാറിൻ്റെ കരുത്തനായ MLA ഇവിടെ എത്തിയിട്ടുണ്ട്. ആ MLAക്ക് വേണ്ടി ഞാൻ വഴിമാറിക്കൊണ്ട് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ മാനേജ്മെൻറ്റിനും ഇവിടെ കൂടിയ എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ സ്കൂൾ മാനേജർ ആദരണീയനായ ശ്രീ KA മുഹമ്മദ് അഷറഫ് ഉസ്താദ് അവറുകൾ, PTA പ്രസിഡന്റ് ശ്രീ OA ഹാരിസ്, റിപ്പോർട്ട് അവതരിപ്പിച്ച ഹെഡ് മിസ്ട്രസ് സെമീന ടീച്ചർ, മുഖ്യപ്രഭാഷണം നടത്തുന്ന പൂർവ്വ വിദ്യാർത്ഥിനി കൂടിയായ മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ താഹിറ ടീച്ചർ, MMMUM ഇസ്ലാമിക് ട്രസ്റ്റിൻ്റെ ചെയർമാൻ KA മുഹമ്മദ് സക്കീർ, സമാന വിതരണം നടത്തുന്ന ഇസ്ലാമിക് ട്രസ്റ്റ് സെക്രട്ടറി ശ്രീ KA മുഹമ്മദ് ഹാഷിം, ബഹുമാന്യരായ മറ്റിവിടെ സന്നിഹിതരായിരിക്കുന്ന കൗൺസിലർമാരായ ശ്രീ സുനിൽകുമാർ, ശ്രീ അബ്ദുൽ ലത്തീഫ്, പൂർവാധ്യാപകൻ PSM നൗഫൽ സാഹിബ് അവറുകൾ, ശ്രീമതി നാദിര ഷാമോൻ, ശ്രീ നസീർ PK, ശ്രീ അസീസ് പത്താഴപ്പടി, ശ്രീ ഷനീർ മഠത്തിൽ, സ്റ്റാഫ് സെക്രട്ടറി രേണു ടീച്ചർ, സ്കൂൾ ലീഡർ കുമാരി ഫാത്തിമ, മറ്റ് വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ബഹുമാന്യരായ അധ്യാപകർ, ഏറ്റവും ബഹുമാന്യരായ രക്ഷകർത്താക്കൾ, ഈ സ്കൂളിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ഞാൻ വരാൻ വൈകിയതിലുള്ള നിർവ്യാജമായ ഖേദവും ക്ഷമാപണവും ആമുഖമായി അറിയിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം ഇതുകൂടി ഉൾപ്പെടെ 3 സ്കൂളുകളുടെ വാർഷിക പൊതുയോഗത്തിന് ഉദ്ഘാടകനായി സംബന്ധിച്ചത് കൊണ്ട് വന്ന ഒരു ബുദ്ധിമുട്ടാണ്. അതും നിയോജകമണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ്. അതുകൊണ്ടാണ് വരാൻ വൈകിയത്. ഒരു നിലയിലും മനഃപൂർവ്വമല്ല എന്ന് ആമുഖമായി തന്നെ അറിയിക്കുകയാണ്. ഈ സ്കൂള് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടിരുന്ന ഒരു വലിയ നിവേദനമുണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല,
നമ്മുടെ തകർന്നു പോയ വട്ടികൊട്ട പാലം, ചങ്ങാടക്കടവിലെ പാലം പുനർനിർമ്മിക്കണം എന്നുള്ളതായിരുന്നു. അത് ഇവിടുത്തെ കുട്ടികളൊക്കെ വന്ന് നിവേദനം നൽകിയപ്പോൾ ശരിക്കും അതിന്റെ ഹൃദയത്തിൽ തട്ടി തന്നെ അത് നടത്തി തരണം. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ നിഷ്കളങ്കരാണ്. അവർ വന്നൊരു ആവശ്യം ഉന്നയിക്കുമ്പോൾ അത് നടത്തി കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും ഒരു ജനപ്രതിനിധിയുടെ ചുമതലയാണെന്ന് എനിക്ക് നല്ല ധാരണയുണ്ട്. പക്ഷെ ഓരോരോ തടസ്സങ്ങൾ വന്നതുകൊണ്ട് കുറച്ച് വൈകിപ്പോയി. അതൊന്നും ഞാൻ ആ സമയപരിമിതി മൂലം അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നമുക്ക് കുറച്ച് വൈകിയെങ്കിലും ഇപ്പോ അതിന്റെ പുനർനിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാൻ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് ആരംഭിക്കുകയും പരമാവധി 1 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ആ പഴയ പാലം പുനഃസ്ഥാപിച്ച് തുറന്നു തരുന്നതാണെന്ന് ആമുഖമായി അറിയിക്കുകയാണ്. കാരണം ഈ സ്കൂളിൽ നിന്ന് ആവശ്യപ്പെട്ട ഏറ്റവും വലിയൊരു കാര്യം എന്നുള്ളതില്ല. മറ്റൊന്ന് അതോടൊപ്പം നിങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത് പഴയ തകർന്ന പാലം പുനഃസ്ഥാപിച്ച് തലപ്പലം ഭാഗത്തു നിന്നൊക്കെയുള്ള കുട്ടികൾക്ക് ഇവിടേക്ക് സ്കൂളിൽ വരണം എന്നുള്ളതായിരുന്നു. പക്ഷെ ഇവിടെ ഞാൻ മനസ്സിലാക്കിയപ്പോ അതിലെ നമുക്ക് നടന്നു വരാൻ മാത്രമേ കഴിയുള്ളൂ. സ്വാഭാവികമായും വാഹനം പോകുന്ന ഒരു നല്ല പാലം വന്നാലേ ഈ പ്രദേശത്തിന്റെ വികസനവും അതിന്റെ കൂടെ ഈ സ്കൂളിന്റെ വികസനവും യാഥാർത്ഥ്യമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ സംസ്ഥാന ബഡ്ജറ്റിൽ 10 കോടി രൂപ അനുവദിച്ച് നമ്മുടെ കാരക്കാട് ഇളപ്പങ്കൽ പുതിയ പാലം അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷത്തോടെ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതിന് ഈ പ്രാദേശികമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് നിങ്ങളുടെ ബഹുമാന്യനായ മാനേജർ അഷ്റഫ് സാഹിബ് ആണെന്നുള്ളത് അതിലേറെ സന്തോഷത്തോടെ ഞാൻ ഈ വേദിയിൽ അറിയിക്കുകയാണ്. അപ്പൊ നമുക്കെല്ലാം കൈകോർത്ത് പിടിച്ചു നിന്നുകൊണ്ട് നമ്മുടെ നാടിന്റെ വികസനം ഉറപ്പുവരുത്തണം. അതേക്കുറിച്ച് ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. കാരണം ഇതൊരു വിദ്യാലയത്തിന്റെ വാർഷികമാണ്. 49ാമത് വാർഷികം. 49ാമത്തെ വാർഷികം ഒരു പടിവാതിലാണ്. ആ പടിവാതിൽ തുറന്ന് നമ്മൾ പ്രവേശിക്കുന്നത് സുവർണ ജൂബിലിയിലേക്കാണ്. നമുക്കറിയാം 50 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ കരീം സാഹിബ് അവറുകൾ തുടക്കം കുറിച്ച ഒരു വിദ്യാലയമാണിത്. കാരക്കാട് ഒരു പരിധി വരെ ഈരാറ്റുപേട്ടയിലെ തന്നെ ഏറ്റവും വികസനത്തിൽ പുറകെ നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പൊ ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകളുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസമാണ് നമ്മുടെ ഏറ്റവും വലിയ നേട്ടം. വിദ്യാഭ്യാസത്തിലൂടെ ലഭിക്കുന്ന അറിവ്, സംസ്കാരം, മാനസികമായിട്ടുള്ള വളർച്ച, ലോക പരിചയം, നമ്മുടെ നാടിനോടും സമൂഹത്തോടുമുള്ള നമ്മുടെ കടപ്പാട്, പ്രതിബദ്ധത, ഇതൊന്നും നമുക്ക് വേറൊരിടത്തും കിട്ടില്ല. അപ്പോ ഈ നാട്ടിലെ ആളുകളെ വിദ്യാസമ്പന്നരാക്കുവാൻ, അവരെ പുരോഗതിയിലേക്ക് കൈപിടിച്ച് നടത്തുവാൻ, അവരുടെ അറിവിന്റെ അകക്കണ്ണുകൾ തെളിക്കാൻ ക്രാന്തദർശിയായിരുന്ന മൺമറഞ്ഞ മർഹൂം കരീം സാഹിബ് തുടങ്ങിവെച്ച ഈ വലിയ വിദ്യാലയം ഇന്ന് അത് സുസ്ഥിരമായ നിലയിൽ, മാതൃകാപരമായ നിലയിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് അറിവിന്റെ വലിയ വാതായനങ്ങൾ തുറന്നു നൽകി ഇന്ന് മുന്നോട്ട് പോയി 50 ആണ്ടുകളിലേക്ക് എത്തുകയാണ്. തീർച്ചയായിട്ടും വിദ്യാഭ്യാസത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ പലപ്പോഴും ഉന്നത വിദ്യാഭ്യാസത്തെ കുറിച്ച്, നമ്മൾ എഞ്ചിനീയർ ആകുന്നതിനെ കുറിച്ച്, ഡോക്ടർ ആകുന്നതിനെ കുറിച്ച്, IAS നേടുന്നതിനെ കുറിച്ച്, കോളേജിൽ പഠിക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല, നല്ല കാര്യങ്ങളാണ്. അതൊക്കെ വേണം താനും, ആവശ്യമാണ് താനും. പക്ഷേ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എന്റെ അഭിപ്രായം, വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത് പ്രാഥമിക വിദ്യാലയങ്ങളിലാണ്. കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് എന്തൊക്കെയാണ്? കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പല്ലേ നഴ്സിംഗ് കോളേജില് റാഗിങ്ങിന്റെ പേരിൽ നടന്ന പേക്കൂത്തുകളും നരനായാട്ടും മനുഷ്യത്വം മരവിക്കുന്ന കാടത്തം അവിടെ അരങ്ങേറിയത് നമ്മൾ കണ്ടതാണ്. ലഹരിക്ക് അടിമപ്പെട്ട് നമ്മുടെ യുവജനങ്ങൾ, നമ്മുടെ വിദ്യാർത്ഥികൾ മാതാപിതാക്കളെയും അധ്യാപകരെയും ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്ന കാഴ്ചകൾ ഹൃദയം നുറുങ്ങുന്നത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, കേൾക്കാറുണ്ട്. അതുപോലെ ഏറ്റവും ദുരന്തപൂർണമായ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട് മുന്നോട്ട് പോവുകയാണ്. ഇതിനൊക്കെ പരിഹാരം എല്ലായിടത്തും പോലീസിനെ വിന്യസിപ്പിക്കുക, എല്ലായിടത്തും സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളതാണോ? അതൊക്കെ വേണം. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിയണം. നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ലവരാക്കി വളർത്തണം. അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. അവർ നല്ല പഠിച്ചു മിടുക്കരാവണം. അതോടൊപ്പം
അവരെ നല്ല മനുഷ്യരാക്കാൻ കൂടി പഠിപ്പിക്കണം. അത് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലും കോളേജുകളുടെ കലാലയത്തിന്റെ മതിൽക്കെട്ടിനുള്ളിലേക്കാൾ ഉപരി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് താഴത്തെ ക്ലാസ്സുകളിലാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് അവർ പരിശുദ്ധരാണ്, നിഷ്കളങ്കരാണ്. അവരുടെ മനസ്സിൽ കളങ്കമില്ല, പിള്ള മനസ്സിൽ കള്ളമില്ല എന്നൊരു ചൊല്ല് തന്നെ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ കുഞ്ഞുങ്ങളിൽ നന്മ പകർന്നു കൊടുക്കുക, സ്നേഹവും സാഹോദര്യവും പകർന്നു കൊടുക്കുക. നമ്മുടെ നാട് എല്ലാ വിഭാഗം ജനങ്ങളും ഉള്ളവരാണ്. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുണ്ട്, എല്ലാ ജാതി മതങ്ങളിൽ വിശ്വസിക്കുന്നവരുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്നവരുണ്ട്, സാമ്പത്തികമായിട്ട് കൂടിയ ഉയർന്നു നിൽക്കുന്നവരുണ്ട്, താഴ്ന്നു നിൽക്കുന്നവരുണ്ട്, വിദ്യാഭ്യാസ യോഗ്യത ഉയർന്ന തലത്തിലുള്ളവരുണ്ട്, അതേസമയം നിരക്ഷരായ ആളുകളുണ്ട്. അപ്പൊ നാനാവിധത്തിലുള്ള രാഷ്ട്രീയമായും സാമുദായികമായും മറ്റെല്ലാ രീതികളിലും വൈജാത്യങ്ങളുടെ നാടാണ് നമ്മുടെ നാട്. അതിൽ തന്നെ നമ്മുടെ ഇന്ത്യ, നമ്മുടെ ഭാരതം ലോകത്ത് തന്നെ ഏറ്റവും വൈവിധ്യമുള്ള നാടാണ്. കാശ്മീര് മുതൽ കന്യാകുമാരി വരെ, ബംഗാൾ മുതൽ ഗുജറാത്ത് വരെ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി 140 കോടി ജനങ്ങൾ. ലോകത്താകെയുള്ളത് 700 കോടിയിൽ പരം ജനങ്ങളാണ്. അതിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള രാജ്യം ഏതാണ്? അതിന്റെ പേരാണ് നമ്മുടെ ഇന്ത്യ. ഈ രാജ്യത്ത് ഈ വൈവിധ്യങ്ങളെല്ലാം ഒരുമിച്ച് ഒരു പൂന്തോട്ടം മനോഹരമാകുന്നത് എപ്പോഴാണ്? എല്ലാ പൂക്കളും ഉള്ളപ്പോഴാണ്. ഒരു പൂക്കൾ മാത്രം വിരിഞ്ഞു നിന്നാൽ അതിലേറെ സൗരഭ്യമാണ്, അതിലേറെ സൗന്ദര്യമാണ് എല്ലാ പൂക്കളും വിടർന്നു നിൽക്കുന്നത്. അങ്ങനെ എല്ലാ പൂക്കളും പ്രശോഭിക്കുന്ന, പ്രസരിപ്പിക്കുന്ന, വിടർന്നു നിൽക്കുന്ന മനോഹരമായ ഒരു നാടാണ് നമ്മുടെ നാട്. അതുകൊണ്ട് തന്നെ പരസ്പരം സ്നേഹിക്കാനും പരസ്പരം ബഹുമാനിക്കാനും പരസ്പരം സഹായിക്കാനും മനസ്സുള്ളവരായി നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരണം. അവരിൽ നന്മയുണ്ടാവണം, അവരിൽ സ്നേഹമുണ്ടാവണം, അവരിൽ മനുഷ്യത്വം ഉണ്ടാവണം, അവരിൽ കരുണയുണ്ടാവണം, അവരിൽ സഹജീവിയോടുള്ള വലിയ കരുതലുണ്ടാവണം, നമ്മുടെ നാടിനോടുള്ള പ്രതിബദ്ധത ഉണ്ടാവണം. ഇതൊക്കെ എന്നാണ് നമ്മൾ അവരിലേക്ക് കൂട്ടിച്ചേർക്കേണ്ടത്. കതിരിൽ കൊണ്ട് വളം വെച്ചാൽ അത് ഫലപ്രാപ്തിയിലെത്തില്ല, ചുവട്ടിലാണ് വളം വെക്കേണ്ടത് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴാണ് അവരെ നന്മയുടെ വഴിയിൽ നമ്മൾ കൈപിടിച്ചു നടത്തേണ്ടത്. അതിനുപകരിക്കുന്ന ഇടങ്ങളായി നമ്മുടെ സ്കൂളുകൾ മാറണം. അതിനു വേണ്ടിയിട്ടുള്ള നല്ല പ്രവർത്തനങ്ങൾ എല്ലാ കാലവും നടത്തിയിട്ടുള്ള സ്കൂളാണ് ഈ കാരക്കാട് സ്കൂൾ എന്നുള്ളത് ഏറെ അഭിമാനത്തോടെ എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ നമ്മുടെ കുട്ടികളുടെ കലാപരിപാടികളും ഒക്കെ കാണാനായിട്ട് കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്നുകൊണ്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ നല്ലൊരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാൻ, നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ലവരാക്കാം. പിന്നെ നമ്മുടെ നാടിന്റെ വികസനം, അതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞതുപോലെ പാലവും അതുപോലെ നമ്മുടെ മിനി സിവിൽ സ്റ്റേഷനും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം ഇന്ന് മികച്ച സ്കൂളുകളായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിലൂടെയൊക്കെ ഉണ്ടാകുന്ന പ്രയോജനം, നേട്ടം, വളർച്ച, ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ഉപകരിക്കുന്നതായി മാറണം എന്ന് മാത്രമാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. കാരക്കാട് സ്കൂളിന്റെ എല്ലാ പുരോഗതിക്കും, എല്ലാ വളർച്ചയ്ക്കും, എല്ലാ മേന്മയ്ക്കും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എന്റെ പൂർണ്ണമായ മനസ്സു നിറഞ്ഞ പിന്തുണയും സഹായ സഹകരണങ്ങളും ഈ അവസരത്തിൽ ഞാൻ വാഗ്ദാനം ചെയ്യുകയാണ്. നമ്മുടെ പാഠ്യേതര പ്രവർത്തനങ്ങൾ കൂടി ഈ സ്കൂളിൽ നല്ല നിലയിൽ നടത്തണം. കലാപരിപാടികൾക്ക് വാസനയുള്ള കുഞ്ഞുങ്ങളെ അവരെ നല്ല കലാകാരന്മാരാക്കി നമുക്ക് മാറ്റണം. കായികപരമായ മികവുള്ള കുട്ടികളെ നമുക്ക് നല്ല കായിക താരങ്ങളാക്കി മാറ്റണം. ശാസ്ത്ര അഭിരുചിയുള്ള കുട്ടികളെ ശാസ്ത്ര പ്രതിഭകളാക്കി നമുക്ക് മാറ്റണം. കണ്ടുപിടുത്തങ്ങൾക്ക് വാസനയുള്ള കുട്ടികളെ നമ്മൾ നല്ല ശാസ്ത്രജ്ഞന്മാരായിട്ടും കണ്ടുപിടുത്തങ്ങൾക്ക് പ്രോത്സാഹനം കൊടുക്കണം. നേതൃഗുണമുള്ളവരെ പരിശീലിപ്പിച്ച് നമുക്ക് നല്ല നേതാക്കന്മാർ, പലപ്പോഴും ചിലരെങ്കിലും രാഷ്ട്രീയത്തോടൊരു അലർജിയാണ്, അതെല്ലാം കുഴപ്പക്കാരാണ്, അഴിമതിക്കാരാണ്, പ്രശ്നക്കാരാണ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഭരിക്കാനുള്ള ആളുകളെ തെരഞ്ഞെടുക്കുന്നത് ആരാണ്? നമ്മൾ തന്നെ. എബ്രഹാം ലിങ്കൻ പറഞ്ഞ പോലെ ഫോർ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ ഭരണം, അതാണ് ജനാധിപത്യം. അപ്പൊ എന്ത് വേണം? ക്വാളിറ്റിയുള്ള ലീഡേഴ്സ് വേണം, മേന്മയുള്ള
നല്ല ജനകീയ പ്രതിബദ്ധതയുള്ള, ആത്മാർത്ഥതയുള്ള, സത്യസന്ധതയുള്ള നേതാക്കന്മാർ വേണം. അതുകൊണ്ട് നമ്മൾ നല്ല നേതാക്കന്മാരെ വളർത്തിക്കൊണ്ട് വരണം. നമ്മുടെ സമൂഹത്തിൽ ഡോക്ടർമാരും എഞ്ചിനീയർമാരും മാത്രം പോരാ. നമുക്ക് നല്ല അധ്യാപകർ വേണം, നല്ല ഉദ്യോഗസ്ഥന്മാർ വേണം, നല്ല ബിസിനസ്സുകാർ വേണം, നല്ല കൃഷിക്കാർ വേണം, നല്ല വീട്ടമ്മമാര് വേണം, നല്ല അധ്യാപകർ വേണം. എല്ലാ മേഖലകളിലും മാതൃകാ വ്യക്തിത്വങ്ങൾ ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും കഴിവുകൾക്കനുസൃതമായി ഓരോരുത്തരെയും വളർത്തിക്കൊണ്ടുവരാൻ അവരുടെ അഭിരുചിക്കും പ്രതിഭയ്ക്കും അനുസരിച്ച് പ്രോത്സാഹനം കൊടുക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. അതെല്ലാം നിറവേറ്റുമ്പോഴാണ് ഒരു മാതൃകാ വിദ്യാലയമാകുന്നത്. പഠന മികവും അധ്യയന നിലവാരവും ഫുൾ A+ഉം മികച്ച ഗ്രേഡും കൊണ്ട് മാത്രം ഒരു നല്ല സ്കൂൾ ആവില്ല. അതൊരു നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അതോടൊപ്പം നല്ല മനുഷ്യരെ വളർത്തിയെടുക്കുന്ന, നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരോടൊപ്പം അവരെ നല്ല മനുഷ്യരാക്കി കൂടി വളർത്തിയെടുക്കുമ്പോഴാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അതിന്റെ യഥാർത്ഥ ലക്ഷ്യം പ്രാവർത്തികമാക്കുന്നത്, നേടിയെടുക്കുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അങ്ങനെ വിദ്യാഭ്യാസ പ്രക്രിയയുടെ യഥാർത്ഥ ലക്ഷ്യം കൈവരിക്കുന്ന ഒരു കലാലയമായി നമുക്ക് 50 വർഷത്തിലേക്ക് കാലെടുത്ത് വെച്ച് മുന്നോട്ട് പോകാം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഏറ്റവും മനോഹരമായ MUM-UPS കാരക്കാടിന് എല്ലാ ഭാവുകങ്ങളും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ഈ 49ാമത് വാർഷികവും സുവർണ ജൂബിലിയുടെ ലോഗോ പ്രകാശനവും ഔപചാരികമായി നിർവഹിച്ചതായി പ്രഖ്യാപിച്ച് വാക്കുകൾ ഞാൻ സംവരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയിക്കുന്നു. ഈരാറ്റുപേട്ട എന്ന ദേശത്തിന്റെ അറിവിന്റെ വെളിച്ചത്തിന് തിരി നൽകി നമുക്ക് മുമ്പേ നടന്നുപോയ അഡ്വക്കേറ്റ് ഹാജി VMA കരീം സാഹിബ് എന്ന മഹാമനുഷ്യന്റെ ഓർമ്മകൾക്ക് മുന്നിൽ അഭിമാന പുരസ്കാരം ഈ നാമത്തിന്റെ ലോഗോ പ്രകാശന ചടങ്ങ് നിർവഹിക്കുന്നു. കോഴിക്കോട് സ്വദേശിയായ ഫായിസാണ് ആ പേര് നമുക്ക് നിർദ്ദേശിച്ചത്. കാരക്കാട് സ്കൂളിന്റെ പേര് തന്നെ മുഹമ്മദ് മേത്തർ മറിയ ഉമ്മ അപ്പർ പ്രൈമറി സ്കൂൾ എന്നതാണ്. അതിന്റെ ഇംഗ്ലീഷ് വാക്ക് MUM-UPS എന്നുള്ളതാണ്. അതിൽ തന്നെ വളരെ ആദ്യത്തെ ML ഒഴിവാക്കിയതിനു ശേഷമുള്ള MUM-UP എന്നുള്ള ലെവലിൽ മുമ്പ് എന്ന അർത്ഥവും അതോടൊപ്പം ഈരാറ്റുപേട്ടയുടെ കൂടെ ചേർത്ത് മുമ്പേ എന്നുള്ള അർത്ഥമാണ്. അതായത് ഈരാറ്റുപേട്ട എന്ന ദേശം മുഴുവൻ അറിവിന്റെ വെളിച്ചം നൽകി നമുക്ക് മുമ്പേ നടന്നുപോയ ഒരു മഹാമനുഷ്യനായ അഡ്വക്കേറ്റ് VMA കരീം സാഹിബ് എന്ന വലിയ മനുഷ്യൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഈ മുമ്പേ എന്ന വാക്കാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇതിന്റെ വിശദീകരണം. കോഴിക്കോട് കുറ്റ്യാടി സ്വദേശിയായ ഫായിസ് ആണ് ആ പേര് നമുക്ക് വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ളത്. ഈ പഞ്ചായത്ത് ഉണ്ടാക്കിയ വ്യക്തി, ഈ പഞ്ചായത്തിൽ കുടിവെള്ള പദ്ധതി പ്രാവർത്തികമാക്കിയ വ്യക്തി, ഇങ്ങനെ ഈ സ്കൂളിന്റെ സ്ഥാപകൻ, നമ്മുടെ മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആ ട്രസ്റ്റിന്റെ സ്ഥാപക സെക്രട്ടറി എന്നതിലുപരി നിരവധി സാമൂഹിക പ്രവർത്തനങ്ങൾ, മാത്രമല്ല സ്വന്തം നാടിനോട് അദ്ദേഹത്തിൻ്റെ സ്നേഹം, അത് മാത്രമാണ്. അദ്ദേഹം തിരൂരിൽ ബാഫിക്ക് തങ്ങളുടെ കാലത്ത് അദ്ദേഹം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായിരുന്നു. തിരൂർ കേന്ദ്രമാക്കിയാണ് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ആ പ്രവർത്തനം അദ്ദേഹം തുടർന്നിരുന്നുവെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മുൻ മന്ത്രി കരീം സാഹിബ് അല്ലെങ്കിൽ മുൻ MLA കരീം സാഹിബ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുമായിരുന്നു. പക്ഷേ അദ്ദേഹം ഈ നാടിനെ എത്രത്തോളം സ്നേഹിച്ചു എന്ന് വെച്ചാൽ ബാഫയ്ക്ക് തങ്ങളുടെ നിർദ്ദേശം പോലും ഞാൻ സഹകരിച്ചു കൊള്ളാമെങ്കിലും എൻ്റെ നാട്ടിലേക്ക് എനിക്ക് തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹത്തിൽ ഈ നാടിനെ എത്രയോ സ്നേഹിച്ച ഒരു മാന്യ വ്യക്തിത്വമാണ് അദ്ദേഹം എന്നുള്ള കാര്യം നമ്മളിപ്പോഴും പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ്. അപ്പം അന്നത്തെ കാലത്ത് ബാഫയ്ക്ക് തങ്ങളുടെ കാലത്ത് ഉണ്ടായിരുന്ന സംസ്ഥാന സെക്രട്ടറിയുടെ പദവി ഒരിക്കലും ചെറുതല്ല. അന്ന് അപൂർവം ചില അഡ്വക്കേറ്റ്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽപ്പെട്ട നമുക്കറിയാം അഡ്വക്കേറ്റ് ഉപ്പി സാഹിബ്, അതുപോലെയുള്ള നേതാക്കന്മാരോടൊപ്പം ബാഫിക്ക് തങ്ങൾ, CH, അതുപോലെ തന്നെ നമ്മുടെ ഔക്കാദർ കുട്ടിനഹ സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകളോടൊപ്പം പ്രവർത്തിച്ച ആ മാന്യദേഹം ഈ നാടിനോടുള്ള സ്നേഹം കൊണ്ടാണ് നമ്മുടെ ഈ നാട്ടിലേക്ക് തിരിച്ചു വരികയും ഈ പഞ്ചായത്തിന്റെ രൂപീകരണം തലപ്പുലവും
എടനാടും അതുപോലെ തീക്കോയും ഒക്കെയായി വിഭജിച്ച് കടന്നിരുന്ന ഈ പഞ്ചായത്തിനെ ഒന്നായി ഈരാറ്റുപേട്ട പഞ്ചായത്തായി നമുക്ക് വേണമെങ്കിൽ പറയാം. ഈരാറ്റുപേട്ട പഞ്ചായത്തിന്റെ പിതാവ്, ഈരാറ്റുപേട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പിതാവ്, ബാപ്പ എന്ന് വേണമെങ്കിൽ പറയാൻ അർഹതയുള്ള ഒരേ ഒരു വ്യക്തിത്വമേ ഇന്ന് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് കരീം സാഹിബാണ്. ആ കരീം സാഹിബിന്റെ പരലോക ജീവിതം അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹം തുടങ്ങിവെച്ച അദ്ദേഹത്തിന്റെ സ്വപ്നം, അദ്ദേഹത്തിന്റെ ആത്മാവ് ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാവും. ആ രീതിയിലുള്ള നമ്മുടെ സ്ഥാപനം ഇന്ന് എല്ലാ രംഗത്തും അഗ്രഗണ്യമായ സ്ഥാനത്ത് തന്നെ തുടരുകയാണ്. സബ് ജില്ലയിലാണെങ്കിലും ശരി, സംസ്ഥാന തലത്തിലുള്ള ജില്ലാ തലത്തിലുള്ള പല പ്രോഗ്രാമുകളാണെങ്കിലും ശരി, അദ്വിതീയമായ സ്ഥാനം നമ്മൾ നിലനിർത്തുന്നുള്ള യാഥാർത്ഥ്യമാണ്. മുഖ്യാതിഥിയായി വിളിച്ചത്, നമ്മൾ ക്ഷണിച്ചത് നിങ്ങൾക്കെല്ലാം ഒരു മാതൃകയാണ്, ഒരു മോട്ടിവേഷനാണ്. താഹിറ ടീച്ചർ, ഞാൻ ഈ സ്കൂളിൽ ജോലി ചെയ്യുന്ന സമയത്ത്, ജോലിക്ക് കയറിയ വർഷം ടീച്ചർ 10ാം ക്ലാസ്സിലാണ്. അപ്പോൾ തൊട്ട് അടുത്ത സഹോദരൻ 7ാം ക്ലാസ്സിൽ മാഹിൻ PP ഉണ്ട്, താഹിറ PP ഉണ്ട്, മാഹിൻ PP ഉണ്ട്, അമീൻ PP ഉണ്ട്, സാബിറ PP ഉണ്ട്, അങ്ങനെ വേറെ കുറേ PP ഉണ്ട്. പറഞ്ഞു വന്നത് എന്താ, ഇവരെല്ലാം അശോക പറഞ്ഞതുപോലെ തന്നെ സമൂഹത്തിലെ ഏറ്റവും മിടുക്കന്മാരായി വളർന്നത് ഈ സ്ഥാപനത്തിന്റെ നിന്ന് കിട്ടിയ പരിശീലനം തന്നെ. കമലമ്മ ടീച്ചറുടെ കണക്ക് ക്ലാസിന്റെ കാര്യം ഇപ്പം നമ്മുടെ പ്രിൻസിപ്പൽ ടീച്ചർ പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ നമ്പൂരി സാറിന്റെയും ജോസ് സാറിന്റെയും പ്രേമകുമാരി ടീച്ചറുടെയും ഒക്കെ കാര്യം ടീച്ചർ ഓർമ്മിച്ചെടുത്തു എന്ന് പറഞ്ഞതുപോലെ തീർച്ചയായും നമുക്കും ഇതുപോലെ, അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന കുട്ടികൾക്കെല്ലാം നിങ്ങളും ഭാവിയിൽ ഉന്നതമായ സ്ഥാനമാനങ്ങൾ കരസ്ഥമാക്കുന്നതിന് ടീച്ചറുടെ ഇവിടുത്തെ സാന്നിധ്യം പ്രയോജനമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.